രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി സി.പി. രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. പോൾ ചെയ്യപ്പെട്ട 767 വോട്ടിൽ 454 വോട്ട് നേടിയാണ് എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായ സി.പി. രാധാകൃഷ്ണന്റെ വിജയം. രഹസ്യ ബാലറ്റ് അടിസ്ഥാനത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് ബി. സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സരിച്ചത്. ഇന്ത്യാ സഖ്യത്തിൽ വോട്ട് ചോർച്ചയുണ്ടായി എന്നാണ് സൂചന. 300 വോട്ടുകൾ മാത്രമാണ് സുദർശൻ റെഡ്ഡിക്ക് നേടാനായത്. പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാൻ ശ്രമിച്ച ഇന്ത്യാ സഖ്യത്തിന് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തിരിച്ചടി. ജയസാധ്യതയില്ലായിരുന്നെങ്കിലും 315 വോട്ടുകൾ നേടും എന്നായിരുന്നു ഇന്ത്യാ സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. പ്രതിപക്ഷത്തെ 315 എംപിമാർ വോട്ട് ചെയ്തതായി കോൺഗ്രസിന്റെ മാധ്യമവിഭാഗം മേധാവി ജയറാം രമേശ് എക്സിൽ കുറിക്കുകയും ചെയ്തു. എന്നാൽ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായ ജസ്റ്റിസ് ബി. സുദർശൻ റെഡ്ഡി നേടിയത് ആകെ 300 വോട്ട് മാത്രമാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ആരോപിക്കുന്ന കേസിൽ ഹർജിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബി.ജെ.പി. പ്രവർത്തകൻ വിഘ്നേഷ് ശിശിറാണ് രാഹുലിനെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത്. രാഹുൽ ബ്രിട്ടീഷ് പൗരനാണെന്നും അതുകൊണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ യോഗ്യനല്ലെന്നും തെളിയിക്കുന്ന രേഖകൾ തന്റെ പക്കലുണ്ടെന്നാണ് ശിശിർ അലഹബാദ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ പറഞ്ഞത്. ശിശിറിന് കേന്ദ്ര സർക്കാർ 24 മണിക്കൂറും സുരക്ഷ നൽകണമെന്ന് നേരത്തെ അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. തലസ്ഥാന നഗരിയിൽ 7 ദിവസം നീണ്ടുനിന്ന ഓണവാര ആഘോഷങ്ങൾക്ക് ഇന്നലെ സമാപനം കുറിച്ചു. 1000-ലധികം കലാകാരന്മാർ അണിനിരക്കുന്ന 60ഓളം നിശ്ചല ദൃശ്യങ്ങളാണ് സമാപന ഘോഷയാത്രയിൽ അണിനിരന്നത്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമാപന ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാവർക്കും നമസ്കാരം പറഞ്ഞു തുടങ്ങിയ ഗവർണർ മുഖ്യമന്ത്രിയെ സഹോദരൻ എന്നാണ് അഭിസംബോധന ചെയ്തത്. സമാപനവേദിയിൽ മുഖ്യമന്ത്രിയെ പ്രശംസിച്ചാണ് ഗവർണർ സംസാരിച്ചത്. ആറന്മുള ഉത്രട്ടാതി വള്ളം കളിയിൽ ജലരാജാക്കന്മാരായി മേലുകരയും കൊറ്റത്തൂരും. ഫൈനൽ മത്സരത്തിൽ എ ബാച്ച് വിഭാഗത്തിൽ മേലുകര പള്ളിയോടവും ബി ബാച്ച് വിഭാഗത്തിൽ കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും വിജയികളായി. അതേസമയം പ്രതിഷേധമുയർത്തി കോയിപ്രം പള്ളിയോടം ലൂസേഴ്സ് ഫൈനലിൽ പങ്കെടുക്കാതെ മടങ്ങി. സമയനിർണയത്തിൽ അപാകതയുണ്ടായിരുന്നു കോയിപ്രം പള്ളിയോടത്തിന്റെ പരാതി. കുന്നംകുളം പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ മുൻ പോലീസ് ഡ്രൈവർ സുഹേറിനെ പ്രതിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് വി.എസ്. സുജിത് ഹർജി നൽകി. കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. നിലവിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് സുഹേർ. നേരത്തെ മറ്റ് 4 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികളാക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. 5 പ്രതികൾക്കുമെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സുജിത്ത്. ഓണക്കാലത്ത് സഹകരണ മേഖലയിലുണ്ടായത് റെക്കോർഡ് വിൽപ്പന. ആകെ 312 കോടി രൂപയുടെ വിൽപ്പന നടന്നതിൽ 187 കോടി രൂപ കൺസ്യൂമർ ഫെഡ് നേരിട്ട് നടത്തിയ ഓണവിപണികളിലൂടെയാണ്. സഹകരണ മേഖലയിലെ 750ഓളം സൂപ്പർ മാർക്കറ്റുകളിലൂടെ 125 കോടി രൂപയുടെ വിൽപ്പനയും നടന്നു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ കൺസ്യൂമർ ഫെഡിന് ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞുവെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് പി.എം. ഇസ്മയിൽ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അയ്യപ്പ സംഗമത്തിന് അപമതി ഉണ്ടാക്കാൻ ഗൂഢശ്രമം നടക്കുന്നുവെന്ന് ദേവസ്വം ബോർഡ് ആരോപിച്ചു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് താന്ത്രിക നിർദ്ദേശപ്രകാരമാണെന്നും സുരക്ഷിത വാഹനങ്ങളിലാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നും ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ശബരിമലയിൽ ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിലാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. രാഹുൽ മാങ്കുട്ടം വിഷയത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയയ്ക്കെതിരെ വീണ്ടും കേസ്. കോൺഗ്രസ് നേതാവ് താര ടോഡിയോ അലക്സിന്റെ പരാതിയിൽ കൊച്ചി പോലീസ് കേസെടുത്തു. താരയെ വിമർശിച്ച് ഷാജൻ ചെയ്ത വീഡിയോയാണ് കേസിനാധാരം. വീഡിയോയ്ക്ക് താഴെ അശ്ലീല കമന്റിട്ട 4 പേർക്കൊപ്പം ഷാജനും കേസിൽ പ്രതിയാണ്. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ണൂർ പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയെ CPM ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. അമൽ ബാബുവിനെയാണ് മീത്തലെ കുന്നോത്തുപറമ്പ് ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. നിലവിലെ സെക്രട്ടറിക്ക് പ്രവർത്തിക്കാനുള്ള അസൗകര്യത്തെ തുടർന്നാണ് മാറ്റം. വായ്പയെടുക്കാൻ ഈട് നൽകിയ ആധാരം സ്വന്തം ചിട്ടിക്ക് ഈടുവെച്ച് 30 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ KSFE ജീവനക്കാരൻ കീഴടങ്ങി. KSFE ആലപ്പുഴ റീജിയണൽ ഓഫീസിലെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് മണ്ണഞ്ചേരി കൂരുവേലിച്ചിറയിലെ S. രാജീവനാണ് 100 ദിവസത്തിലധികം ഒളിവിൽ കഴിഞ്ഞ ശേഷം കീഴടങ്ങിയത്. ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. നേപ്പാളിൽ ആളിക്കത്തി യുവാക്കളുടെ പ്രക്ഷോഭം. സാമൂഹിക മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതിനെ തുടർന്ന് നേപ്പാളിൽ പൊട്ടിപ്പുറപ്പെട്ട യുവാക്കളുടെ പ്രക്ഷോഭം നിലവിൽ നിയന്ത്രണാതീതമാണ്. പ്രക്ഷോഭകാരികൾ മുൻ പ്രധാനമന്ത്രിയുടെ വീടിന് തീയിട്ടതിനെ തുടർന്ന് വീടിനുള്ളിലുണ്ടായിരുന്ന ഭാര്യ വെന്തു മരിച്ചു. മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖനാലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രാകറാണ് മരിച്ചത്. പ്രക്ഷോഭകാരികൾ പാർലമെന്റ് മന്ദിരത്തിനും തീയിട്ടു. സാമൂഹിക മാധ്യമ നിരോധനം പിൻവലിച്ചിട്ടും നേപ്പാളിൽ പ്രക്ഷോഭം ആളിപ്പടരുകയാണ്. പ്രധാനമന്ത്രി രാജിവെച്ചൊഴിയണമെന്നായിരുന്നു പ്രക്ഷോഭകാരികളുടെ പ്രധാന ആവശ്യം. തുടർന്നാണ് ഇന്നലെ ഉച്ചയോടെ പ്രധാനമന്ത്രി KP ശർമ്മ ഓലി രാജിക്കത്ത് നൽകിയത്. ഒലിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു.
നേപ്പാളിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭം ശക്തമായി തുടരുന്നതിനിടയിൽ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലും രാജിവെച്ചു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിക്ക് പിന്നാലെ പ്രസിഡന്റും സ്ഥാനമൊഴിഞ്ഞതോടെ നേപ്പാൾ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്. രാജ്യത്തിന്റെ ഭരണനിയന്ത്രണം സൈന്യം ഏറ്റെടുക്കുമെന്ന അഭ്യൂഹങ്ങളുമുണ്ട്. നേപ്പാളിൽ മലയാളി വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്ന സംഭവത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി സംസാരിച്ച KC വേണുഗോപാൽ MP കാഠ്മണ്ഡു വിമാനത്താവളം അടച്ചിരിക്കുന്നുവെന്നും സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാർ സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്നും ജയശങ്കർ അറിയിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഈ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മലയാളി വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിത താമസ സൗകര്യം ഏർപ്പെടുത്തിയതായി മന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസ് അറിയിച്ചു. നേപ്പാളിൽ സംഭവിച്ച കലാപം ഏത് രാജ്യത്തും നടക്കാമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്ത് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും വിമർശിച്ചായിരുന്നു ശിവസേന നേതാവിന്റെ പോസ്റ്റ്. ഇന്ന് നേപ്പാൾ, ഈ സാഹചര്യം ഏത് രാജ്യത്തും ഉണ്ടാകാം, സൂക്ഷിക്കുക, ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം എന്നായിരുന്നു പോസ്റ്റ്. പ്രധാനമന്ത്രി മോദിയെയും BJPയെയും പോസ്റ്റ് ടാഗ് ചെയ്യുകയും ചെയ്തു. പ്രളയം ബാധിച്ച ഹിമാചൽ പ്രദേശിനും പഞ്ചാബിനും ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും നാശം വിതച്ച ഹിമാചൽ പ്രദേശിന് 1500 കോടിയും പ്രളയം രൂക്ഷമായി ബാധിച്ച പഞ്ചാബിന് 1600 കോടി രൂപയുമാണ് പ്രധാനമന്ത്രി ധനസഹായമായി പ്രഖ്യാപിച്ചത്. ഇതുകൂടാതെ ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും സന്ദർശനം നടത്തിയ ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. സിയാച്ചിൻ ക്യാമ്പിലുണ്ടായ ഹിമപാതത്തിൽ 3 സൈനികർക്ക് വീരമൃത്യു. 2 അഗ്നിവീറുകളും 1 സൈനികനുമാണ് മരിച്ചത്. 1 സൈനികനെ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനം തുടരുന്നതായി കരസേന അറിയിച്ചു. ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെതിരെ 100% അധിക തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയുമായി ഇരു രാജ്യങ്ങൾക്കുമുള്ള വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ തടയിടാനുള്ള നീക്കമാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യയ്ക്കുമേൽ തീരുവ ചുമത്തിയതെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്താൻ ട്രംപിന് അവകാശമില്ലെന്ന ഹർജി അതിവേഗ ബെഞ്ചിൽ പരിഗണിക്കാൻ US സുപ്രീം കോടതി തീരുമാനിച്ചു.